ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലോറി മൂല്യം വളരെ കുറവുള്ള, വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശക്കാതെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന സാലഡ് കുക്കുംബറിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് നമുക്കിവിടെ ഉണ്ടായി കിട്ടിയിരിക്കുന്ന സ്നോ വൈറ്റ് വെറൈറ്റിയിലുള്ള ഒരു സാലഡ് കുക്കുംബറാണ്. ഇതിൽ നിന്ന് നമുക്ക് വിത്തെടുത്ത് എങ്ങനെ നടാം എന്ന് നോക്കാം. ഇതിനെ രണ്ടായിട്ട് മുറിക്കുവാണേ. അങ്ങനെ മുറിച്ചിട്ട് കുറച്ച് വിത്തുകളേ ഉള്ളൂ. നമുക്ക് ആ ഉള്ള വിത്തുകളെ ഇതേപോലെ എടുത്ത് ഈ പാത്രത്തിനകത്തോട്ട് ഇടാം. ഇത്രയും വിത്തുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതിനകത്തെ വിത്തുകളും കൂടെ ഇടാം. കുറച്ച് വിത്തുകൾ മാത്രമേ ഇതിനകത്തുള്ളത്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ പൊട്ടിച്ചിടാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ പൊങ്ങിക്കിടക്കുന്ന വിത്തുകളെ ഞാൻ വെള്ളത്തോടു കൂടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. നമുക്കിത് ഇത്രയും വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മാത്രം വിത്തുകളാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പാകി വയ്ക്കാം. അപ്പോൾ ഈ വിത്തുകളെ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് തന്നെയാണ്. പോട്ടിംഗ് മിക്സോ മണ്ണോ എന്നാണെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. ഞാനിവിടെ പോട്ടിംഗ് മിക്സാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളൊരു 2-3 വിത്തുകൾ വീതം പലയിടത്ത് ഒരുമിച്ചിടുവാണേ. ചില വിത്തുകളെ കിളുക്കത്തുള്ളൂ. ചില വിത്തുകൾ കിളുത്തു വന്നു കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യം കാണത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ 2-3 എണ്ണം വെച്ചിട്ട് ഒരുമിച്ച് ഇങ്ങനെ നടുന്നത്. ഇങ്ങനെ നടുവാണെങ്കിലത്തെ ഗുണം എന്നാണെന്നറിയോ? ഇവർ ഒരേ സ്ഥലത്ത് വളർന്നു വരും. അപ്പം നമുക്ക് മാറ്റി നടാനായിട്ട് എളുപ്പമാണ്. ഇനി ഞാൻ ഇവരുടെ മുകളിലേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചകിരിച്ചോറാണേ. ഈ ചകിരിച്ചോറാണ് ഞാൻ ഇവരുടെ മുകളിലേക്ക് ഇടുന്നത്. അപ്പം വലിയ കനം വിത്തുകളുടെ മുകളിൽ വരത്തില്ല. മാത്രമല്ല ഒരു നനവ് നിലനിൽക്കുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ പാകി വെച്ചിരിക്കുന്ന വിത്തുകൾ ഒരു 5 മുതൽ 10 ദിവസത്തിനുള്ളിൽ മുളച്ച് വരും. അങ്ങനെ മുളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു 4 ഇല പരുവമാകുമ്പോൾ മാറ്റി നടാനായിട്ട് പറ്റും. ഇത് ഞാൻ അതേപോലെ പാകി കിളിപ്പിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ കണ്ടമാനം മഴയായത് കാരണം മാറ്റി നടാൻ താമസിച്ചത് കൊണ്ടാണ് കുറച്ചും കൂടെ കൂടുതലൊക്കെ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവരെ ഒന്ന് മാറ്റി നടണം. അങ്ങനെ മാറ്റി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒട്ടും വേര് പൊട്ടാതെ ഇവരെ നമ്മൾ ഇളക്കിയെടുക്കണം. വേര് പോയി കഴിഞ്ഞാൽ ഇത് ചുവട് പിടിക്കാതെ പോവും. നമുക്ക് ഇവിടേക്ക് നടാം. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരു കുഴി എടുത്തിടാവേ, ഇവരെ നമുക്ക് നടാൻ വേണ്ടി. അപ്പം നല്ലതുപോലെ ചുവട് ഇളക്കി വേണം നമ്മൾ നട്ടു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കണം. ചെടിയുടെ ചുവട് നമ്മൾ കണ്ട് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിനെ പൊക്കിയെടുക്കാൻ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കത്തി ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ നമ്മളിതിനെ പൊക്കിയെടുക്കും. കണ്ടോ, നല്ല 2 തൈയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളിവരെ ഇവിടേക്ക് താഴ്ത്തി നടുവാണേ. ഇങ്ങനെ നട്ടിട്ട് ബാക്കി മണ്ണിട്ട് മൂടിക്കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ മാറ്റി നട്ടാൽ ഉടനെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പക്ഷേ ഇപ്പം നല്ല മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ നമ്മൾ മാറ്റി നട്ട ചെടി ചുവട് പിടിച്ചാൽ ഉടനെ കൊടുക്കേണ്ടുന്ന ഒരു വളം ഞാൻ ഇന്ന് കാണിച്ചു തരാവേ. അതുപോലെ ഈ ചെടിയൊക്കെ കണ്ടോ, ഇതുപോലെ വന്നിട്ട് ഒരു ആരോഗ്യമില്ലാതെ വളഞ്ഞ് പൊളഞ്ഞ് ഇലകളൊക്കെ ഇതുപോലെ പഴുത്ത മഞ്ഞ നിറത്തിലായിട്ട് നിൽക്കുവാണ്. അങ്ങനെയുള്ളവർക്കും ഈ വളം, ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന വളം കൊടുത്താൽ ഉറപ്പായും നമ്മുടെ സാലഡ് കുക്കുംബർ വളർന്നു കയറി നിറയെ കായ്കൾ തരും. നല്ല ആരോഗ്യത്തോടെ വളരും. യാതൊരുവിധ ഫംഗസ് രോഗങ്ങളും ഉണ്ടാകത്തില്ല. അപ്പോൾ ആ വളം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു രോഗവും ഇല്ലാതെ കുക്കുംബറിനെ കിളുക്കുമ്പോൾ മുതൽ വിളവെടുക്കുന്നിടം വരെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, ആദ്യം 1 സ്പൂൺ പഞ്ചസാരയാണേ. അപ്പോൾ ഞാൻ ഈ പഞ്ചസാര ഈ കപ്പിനകത്തേക്ക് ഇട്ടു. ഇനി നമ്മൾ ചേർക്കുന്നത് അതേപോലെ തന്നെ 1 സ്പൂണ് ഈസ്റ്റാണേ. നമ്മൾ അപ്പവും പാലപ്പവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കുന്ന ഈസ്റ്റാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു വെക്കുവാണേ. ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 6 മണിക്കൂർ ഇതിനെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ അടച്ചാണ് വെക്കുന്നതെങ്കിൽ അടപ്പ് ചേർത്ത് വെക്കരുത്. ഇതേപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന വളമാണ് ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, പാത്രത്തിൻ്റെ അടപ്പയിലോട്ടൊക്കെ വന്ന് പതഞ്ഞ് കയറി പൊങ്ങി നിൽക്കുവാണേ. കണ്ടല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, ഇതുപോലെ നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഒരു 5 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കിതിനെ ഒഴിക്കാം. ഇനി നമ്മളൊരു 5 ലിറ്റർ വെള്ളം ഈ ബക്കറ്റിനകത്ത് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിതിനെ ഒഴിക്കുക. കണ്ടല്ലോ, നമുക്കിതിനെ ഇങ്ങനെ
ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പാല് പോലത്തെ വളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ കുക്കുംബറിന് ഒഴിക്കുന്ന കാണിച്ചു തരാവേ. ഇത് ഞാൻ ഇവിടെ തന്നെ വിത്തുകൾ പാകി മുളപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് മണ്ണ്, ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് തന്നെയാണ്, അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുവാണ്. കാരണം ഇവിടെ നിന്നൊക്കെ വേര് വരുന്നത് കണ്ടോ. അപ്പോൾ വേരുകൾ മൂടത്തക്ക രീതിയിൽ അതിൻ്റെ ചുവട്ടിൽ മണ്ണുണ്ടായിരിക്കണം. ഇപ്പം നമ്മുടെ ഗ്രോ ബാഗിനകത്തും ചട്ടികൾക്കകത്തും ഒക്കെ വളർത്തുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് മണ്ണിട്ട് കൊടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പം മണ്ണിൽ വളർത്തുന്നവരാണെങ്കിൽ നമുക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് മറ്റ് ഭാഗത്ത് നിന്ന് തൂമ്പയൊക്കെ ഉപയോഗിച്ച് മണ്ണിനെ നമുക്ക് വലിച്ചു കൂട്ടി കൊടുക്കാനായിട്ട് പറ്റും. അത് നമുക്ക് ഇതേപോലത്തെ അടുത്ത് സാധിക്കത്തില്ല കേട്ടോ. ഇനി ഇതേ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ വളം ചുവട്ടിലോട്ട് വെറുതെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ യാതൊരു മുരടിപ്പും ചെടിയുടെ ഇലകൾക്കോ ഒന്നും വരത്തില്ല. ഇപ്പം നമ്മൾ കുമ്പളമൊക്കെ നടുമ്പോഴറിയാം, കുറച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇല ഇങ്ങനെ കുരുടിച്ച് പിടിച്ചിരുന്നിട്ട് പിന്നെ വളരത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഈ വെള്ളരികൾക്കും സാലഡ് കുക്കുംബറിനും അല്ലാത്ത വെള്ളരിക്കും ഒക്കെ വരാവുന്നതാണ്. എന്നാൽ നമ്മൾ ഈ കൊടുക്കുന്ന വളം കൊടുത്താൽ അത്തരത്തിലുള്ള കുരുടിപ്പൊന്നും വരത്തില്ല. ചെടികൾ നല്ല ആർത്ത് വളർന്നു കയറും. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുകളിലോട്ടൊരു കയറ് കെട്ടിക്കൊടുത്തിട്ട് അതിലേ കൂടെ വളർത്തി പന്തലിലേക്ക് കയറ്റി വിടുവാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ തക്കാളി ഉൾപ്പെടെ പന്തലയിലോട്ട് കയറ്റുവാണ്. ഇത് നോക്കിക്കേ, ഈ തക്കാളി കണ്ടോ, പന്തലയിൽ കയറി. ഇനി കായ്കളുണ്ടായി അതിൻ്റെ ബലം കൊണ്ട് താന്നു പോയാലും ഇത് കണ്ടോ, പന്തലയിൽ തങ്ങി നിന്നോളും, മറിഞ്ഞു പോകത്തില്ല ചെടി. സാലഡ് കുക്കുംബറിനെ മാറ്റി നട്ട് പൂവിട്ട് തുടങ്ങുമ്പം കണ്ടോ ഇതുപോലെ പൂക്കൾ വന്നു തുടങ്ങി. ഇത് ആൺപൂവാണ്. ആദ്യമേ ഇതേപോലുള്ള വെള്ളരി, അതുപോലെ മത്തൻ, അതുപോലെ പടവലം ഒക്കെ ഉണ്ടാകുന്നത് ആദ്യം കുറേ ആൺപൂക്കളായിരിക്കും. എന്നിട്ട് ഇതിവിടെ പെൺപൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ കുറച്ച് കായയുടെ നീളം വന്നിട്ട് അതിൻ്റെ അറ്റത്ത് പൂവുണ്ടാകുന്നതാണ് പെൺപൂക്കൾ. ഇവിടെയൊക്കെ ഇനി പെൺപൂക്കളാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ പൂക്കൾ ഉണ്ടായി തുടങ്ങുമ്പം ഞാൻ ഇത് ജൈവ സ്ലറിയാണേ. അതിനകത്തുനിന്ന് കുറച്ചു മാത്രം ജൈവ സ്ലറി എടുത്ത് ഞാനൊരു കപ്പിനകത്തോട്ട് മാറ്റുവാണേ. എന്നിട്ട് ഇത്രയും മാത്രമാണ് ജൈവ സ്ലറി എടുത്തിരിക്കുന്നത്. ബാക്കി മുഴുവനും വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിക്കും. ബാക്കി വെള്ളം ഒഴിച്ച് നിറച്ച് ഇത്രയാക്കിയേ. വളരെ നന്നായിട്ട് നേർപ്പിച്ചിട്ടാണ്, 10 ഇരട്ടി വരെ നേർപ്പിക്കാം. പിന്നെ നമ്മൾ കൊടുക്കുന്ന ചെടിയുടെ ആരോഗ്യം കൂടെ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ചെടിയുടെ ചുവട്ടിലോട്ട് ഞാൻ വെറുതെ ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ അങ്ങനെ വളം ഒഴിച്ചു കൊടുത്താൽ ഉടനെ ഈ ചെടിയുടെ ചുവട്ടിലോട്ട് നോക്കിക്കേ, വേരുകൾ പൊങ്ങി വരുന്നത് കണ്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മണ്ണിട്ട് കൊടുക്കണം. ഇതിൻ്റെ ചുവട്ടിലോട്ട് മണ്ണിട്ട് ആ വേരുകളെ മൂടി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ പൂവിട്ട് തുടങ്ങുന്ന ചെടിക്ക് ആഴ്ചയിൽ 1 ദിവസം വീതം വളം കൊടുക്കണം. അതിപ്പം ജൈവ സ്ലറിയാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മളുടെ കൈവശമുള്ള വളം ഏതാണോ അത് കൊടുക്കാം. ആൺപൂക്കൾ മാത്രമാണ് ഉണ്ടാകുന്നത്, പെൺപൂക്കൾ ഉണ്ടാകുന്നില്ല, പൂക്കൾ ഉണ്ടാകുന്നില്ല, അങ്ങനെയുള്ള പരാതിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് എഗ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണേ. എഗ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം നന്നായിട്ട് പെൺപൂക്കൾ ഉണ്ടാകുകയും അവർ കായായി മാറുകയും ചെയ്യും. ഇനി നമുക്കൊരു ചെറിയ വിളവെടുപ്പ് നടത്താം. വളരെ ചെറുതാണ്, കാരണം മഴയൊക്കെ കാരണം വിളവെല്ലാം കുറഞ്ഞിരിക്കുവാണ്, ചെടിയുടെ വളർച്ചയെല്ലാം കുറഞ്ഞിരിക്കുവാണ്. എന്നാൽ ഉള്ളത് നമുക്ക് വിളവെടുക്കാം. ഈ പീച്ചിൽ വിളവെടുക്കാവേ. അപ്പോൾ ഒരു പീച്ചിലായി. ഇത് കണ്ടോ, ഇത് രണ്ടാമതൊരെണ്ണം. ഇനി ഇതെവിടെ കണ്ടോരണം, ഇതും കൂടെ നമുക്ക് വിളവെടുക്കാം. അപ്പം എൻ്റെ കൈ കൊള്ളാതായി. അപ്പം ഞാൻ തക്കാളിയെ ചെയ്തിരിക്കുന്ന കണ്ടോ, താഴേന്ന് ഒരു വള്ളി കെട്ടി മുകളിലേക്ക് വിടുവാണേ. അതല്ലെങ്കിൽ ഇതിങ്ങനെ ആരോഗ്യത്തോടെ നിവർന്ന് നിൽക്കത്തുമില്ല. കായ്കൾ ഉണ്ടാകുമ്പം എങ്ങനെ വന്നാലും കായ്കളുടെ ഭാരം കൊണ്ട് മറിഞ്ഞു പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കയറ് കെട്ടിയിട്ട് കയറെ ചുറ്റി മേളിലോട്ട് കയറ്റും. അപ്പം ഞാൻ മുമ്പേ കാണിച്ചു തന്നില്ലേ, മുകളിൽ കയറിൻ്റെ കൂടെ കയറി പന്തലിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഇലപ്പടർപ്പ് പന്തലേ കൂടെ കിടന്നോളും. കായ എത്രയുണ്ടായാലും മറിഞ്ഞു പോകത്തില്ല, കേട് വരത്തില്ല, നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതേലെ വെണ്ടയ്ക്ക വിളവെടുക്കാവേ. പക്ഷേ വെണ്ട അങ്ങ് കണ്ടമാനം കയറിപ്പോയി. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളവെടുക്കാൻ പ്രയാസം വരും. അപ്പം ഞാൻ ഇത് ഒരു കുറച്ച് ഭാഗം താഴെ വെച്ചിട്ട് മുറിക്കാൻ പോവാണേ. ഇവിടെ വെച്ചിട്ട് ഞാനിത് മുറിക്കുക. കണ്ടോ, അപ്പം ഇവിടെ തന്നെ വേറെ വേറെ ശാഖകളുണ്ട്, അതിലൊക്കെ മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരങ്ങ് ഉണ്ടായിക്കോളും. ഇതിനെ ഞാൻ താഴോട്ട് എടുക്കുമ്പോൾ കണ്ടോണം, ഇതിലെ വെണ്ടയ്ക്ക അങ്ങനെ മുകളിലോട്ട് ഉണ്ടായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഈ വെണ്ടയ്ക്കയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു 4 എണ്ണം ഉണ്ടേ 1/2 കിലോ എത്തും. 2 എണ്ണമായി. ഇതിലിനി വീണ്ടും ഉണ്ട്.
പക്ഷേ ഈ വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ വലയും കൂടെ പോകും. ആദ്യം ഇതൊരെണ്ണം, ഇതും കൂടെ അങ്ങ് എടുത്തേക്കാം. ഇനി ഇത് മുറിച്ച് ചെടിയുടെ ചോട്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിനെയും ഇങ്ങനെ മുറിക്കാം. വലിച്ചെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. കാ മുറിച്ചെടുത്താലേ നമുക്ക് പറ്റത്തുള്ളൂ. നല്ല വലിയ കായ്കളാണ് ഇതിനുണ്ടാകുന്നത്. ഈ ഒരെണ്ണം കൂടെ നമുക്ക് എടുക്കാണ്ട്. ഇങ്ങനെ നല്ലോണം കായ്ക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആ പൊക്കത്തിൽ പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് പറ്റാത്ത കൊണ്ടാണേ. ഇത് നമ്മുടെ സാധാരണ പച്ചവെണ്ടയാണേ, അതും കൂടെ നമുക്കങ്ങ് വിളവെടുക്കാം. ഇപ്പം ഈ സമയം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വെണ്ടയ്ക്ക ഉണ്ടാകുന്ന ഒരു സമയമാണേ. നമുക്ക് ഓണത്തിന് സാമ്പാറൊക്കെ വെക്കേണ്ടതല്ലേ. ഇത് കണ്ടോ, ഇത് കുറ്റിപ്പയറാണേ. പക്ഷേ ഞാനിത് വള്ളിയായിട്ട് ഇങ്ങനെ പന്തലിലോട്ട് കയറ്റിയിരിക്കുക. എനിക്കിവിടെ വേറെ സൗകര്യം ഇല്ല, അതുകൊണ്ടാണ് നമ്മളിതിനെ ഇങ്ങനെ വള്ളിയായിട്ട് കയറ്റിയേക്കുന്നത്. ഈ വെണ്ടയ്ക്കയും കൂടെ വിളവെടുക്കാം. വെണ്ടയുടെ വെയിറ്റ് കാരണം ഈ വെണ്ടച്ചെടി ഇങ്ങനെ വളഞ്ഞു വന്നിരിക്കുവാണേ. അപ്പോൾ ഇതുപോലെ തന്നെ കണ്ടമാനം ഉയരം വന്നു കഴിഞ്ഞാൽ നമ്മൾ മോൾവശം വെട്ടിവിട്ടാൽ മതി. ചില്ല വന്നിട്ട് വെണ്ട കുറച്ച് നാളും കൂടെ നമുക്ക് കായ്ച്ച് കായ്ഫലം തരും കേട്ടോ. ഇതൊരു ചുമല വെണ്ടയാണേ. അപ്പോൾ ഒരു 2 കാ കിട്ടി. ഇതേലും കണ്ടോ നല്ലോണം ശിഖരം കയറിയിട്ടുണ്ട്. അങ്ങനെ ശിഖരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരവിടെ നിന്നങ്ങ് കായ്ച്ചോളും. ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റാതെ വരും. ഒരു പടവലങ്ങയുണ്ടേ, നമുക്കത് അത് പറിച്ചെടുക്കാം. അതുപോലെ ഈ തക്കാളി കണ്ടോ നല്ലോണം വിളഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കളറ് മാറുന്ന തക്കാളി ഞാനിങ്ങനെ പറിച്ചെടുക്കുവാണേ. ഈ കണക്കിന് തക്കാളി ഉണ്ടായാലുണ്ടല്ലോ, നമ്മൾ കമ്പ് കെട്ടിക്കൊടുത്താലും ഒന്നും അവർ നിൽക്കത്തില്ല. ഇതേപോലെ ഞാൻ നല്ല ബലമുള്ള കമ്പികളിലോട്ട്, പന്തലിൻ്റെ കമ്പികളിലോട്ട് വലിച്ചു നിർത്തിയിരിക്കുവാണേ. ശരിക്കും പറഞ്ഞാൽ ഇന്നാളത്തെ ആ മഴയത്ത് ചാഞ്ഞു പോയതാണിത്. അപ്പം അതിനെ നമ്മളിത് അതേസമയം ഇതിൻ്റെ മറ്റു കൊമ്പുകൾ കണ്ടോ പന്തലെ കയറി പടർന്നു തുടങ്ങി കായുണ്ടായി തുടങ്ങുന്നത് കണ്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ പേടിക്കുകയേ വേണ്ട. അതേസമയം ഇങ്ങനെ നിൽക്കുന്നതിനെ എപ്പോഴാണോ മറിഞ്ഞു പോകുന്നതെന്നൊരു തോന്നലുണ്ടാകും. അല്ല കായ്ഫലവും നല്ലോണം കൂടുതലുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. 2 തക്കാളി പഴുത്ത് നിൽപ്പുണ്ടേ. ഇത്രയും പഴുക്കാനായിട്ട് നമ്മൾ നിർത്തേണ്ട കാര്യമില്ല. നമ്മൾ വീട്ടിനകത്ത് പറിച്ചു കൊണ്ടുവന്ന് വെച്ചാലും കളറ് മാറിയത് ഇതേപോലെ കളറ് വന്നതിനെ കൊണ്ടുപോയി വെച്ചാൽ അത് പഴുത്ത് കിട്ടും. ഇതേ നമുക്ക് 5-6 മുളക് പറിച്ചുകൊണ്ട് പോകാവേ. ഇത് വെള്ളക്കാന്താരിയാണേ. 5-6 വഴുതനങ്ങ വിളവെടുക്കാവേ. ഇതൊക്കെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ കണ്ടമാനമായി പോവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും വിളവെടുക്കുന്ന ഞാൻ കാണിച്ചിരുന്ന വഴുതനങ്ങയെ ഇത് മേളിൽ കണ്ടോ, ഇതുണ്ടോ ആ സൂര്യപ്രകാശം കുറഞ്ഞിരുന്ന സമയത്ത് ഇവന്മാർ വളർന്ന് പന്തലിന് മുകളിലോട്ട് പോയതാണ്. നല്ല സൂപ്പർ വഴുതനങ്ങ. ഇത് ഇത്രയും മാലാഖ വഴുതന കിട്ടിയേ. ഇനി ഇവിടെയൊക്കെ വഴുതനങ്ങയുണ്ട്. ഏതേന്നാണെന്ന് പോലും അറിയത്തില്ല, ഇവരെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇവിടോട്ട് കണ്ടോ തക്കാളി കായ്ച്ച് പഴുത്ത് കിടക്കുവാണേ. അപ്പോൾ നമുക്കതൊന്ന് പറിച്ചെടുക്കാം. 2-3-4 എണ്ണമേ പഴുത്തിട്ടുള്ളൂ. അത് കണ്ടേ ഈ വലയക്കട അവർ ഉടക്കി കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇവർ വലയക്കട പടരുന്ന സൈസാണ്, കുഴപ്പമൊന്നുമില്ല. ഇത്ര എണ്ണം നല്ല വലിപ്പമുള്ള തക്കാളി തന്നെയാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് വിളവെടുക്കാൻ പറ്റിയത്. 2-3 പീച്ചിലുണ്ട്, ഒരു പടവലങ്ങ കിട്ടി, കുറേ വെണ്ടയ്ക്ക കിട്ടി കേട്ടോ. നമുക്ക് ഒരാഴ്ചയിലധികം ഉപയോഗിക്കാനുള്ള വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ തക്കാളിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 5-8 തക്കാളിക്ക ഒരാഴ്ചത്തേക്കിനുള്ള അടുത്ത വിളവെടുക്കുന്നതിന് വരെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ കുറച്ച് കാന്താരി മുളക് ഞാൻ പറിച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് വഴുതനങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വഴുതനങ്ങ, മാലാഖ വഴുതനങ്ങയും വയലറ്റ് വഴുതനങ്ങയും ഒക്കെ ആയിട്ട് നമുക്ക് ഇത്രയും വഴുതനങ്ങയും കിട്ടിയിട്ടുണ്ട്. അപ്പം എത്ര മഴയാണെന്ന് പറഞ്ഞാലും കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കണ്ടോ. കുക്കുംബർ വളർത്തുന്നവരെല്ലാവരും തന്നെ ഇന്ന് ഞാൻ പറഞ്ഞതുപോലത്തെ ആ വളപ്രയോഗം ഒരു പ്രാവശ്യം ചെയ്തു നോക്കി അതിൻ്റെ അനുഭവം മനസ്സിലാക്കണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒരാൾക്കെങ്കിലും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.